ഫ്രണ്ട്സ്, വെരി ഗുഡ് മോർണിംഗ്. ഒരു ഗവൺമെൻറ് ജോലി സ്വപ്നം കാണുന്ന നിങ്ങളെ സഹായിക്കാൻ ഞാനും നിങ്ങൾക്കൊപ്പം ഡ്രീം PSC വിത്ത് മീ. നമ്മുടെ ചാനലിൽ പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികളെ പരീക്ഷയിലേക്ക് എത്തിക്കാൻ വേണ്ടി മുൻവർഷ ചോദ്യങ്ങൾ, മാതൃകാ ചോദ്യങ്ങൾ ഇവയൊക്കെയാണ് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഏറ്റവും അടുത്ത് വരുന്ന പരീക്ഷ 10th ലെവൽ പ്രിലിംസ് പരീക്ഷയാണ്. സെക്രട്ടേറിയറ്റ് OA, ലാബ് അറ്റൻഡർ, സ്റ്റോർ കീപ്പർ തുടങ്ങിയ മെയിൻസ് പരീക്ഷകളിലേക്ക് മുന്നോടിയായിട്ട് നടക്കുന്ന 10th പ്രിലിംസ് പരീക്ഷ. ഇത് LGSൻ്റെ അതേ സിലബസ് തന്നെയാണ്. അപ്പോൾ ആദ്യത്തെ മാതൃകാ പരീക്ഷയിലേക്ക് നമുക്ക് പോകാം. ഞാൻ ചോദ്യം വായിക്കും. ഓപ്ഷൻസ് നോക്കി നിങ്ങൾ ഉത്തരം ഒരു വെള്ള പേപ്പറിലോ അല്ലെങ്കിൽ OMR ഷീറ്റിലോ കറുപ്പിക്കുക. അതിനുശേഷം ശരി ഉത്തരം പറയുമ്പോൾ ശരിയാണെങ്കിൽ ടിക്ക് ചെയ്യുക, തെറ്റാണ് നിങ്ങൾ എഴുതിയെങ്കിൽ ഇൻടു മാർക്ക് ചെയ്യുക. അങ്ങനെ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ വിലയിരുത്തി പഠിക്കാം. സരോജിനി നായിഡുവിൻ്റെ അധ്യക്ഷതയിൽ കോൺഗ്രസ് സമ്മേളനം നടന്നത് എവിടെയാണ്? മിക്ക പരീക്ഷകളിലും INC സമ്മേളനങ്ങൾ ചോദിക്കാറുണ്ട്. വ്യത്യസ്തത നിറഞ്ഞ INC സമ്മേളനങ്ങൾ. ഉത്തരം കാൺപൂർ. ഇന്ത്യൻ ഭരണഘടനയിലെ 52ാമത്തെ ഭേദഗതി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ ബി, കൂറുമാറ്റ നിരോധന നിയമം. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച ആദ്യത്തെ ബഹുജന പ്രസ്ഥാനം ഏതാണ്? നിസ്സഹകരണ പ്രസ്ഥാനം. ആദ്യത്തെ പ്രസ്ഥാനം നിസ്സഹകരണ പ്രസ്ഥാനം. ശ്രീ ഭട്ടാരകൻ, ബാലഭട്ടാരകൻ, സർവവിദ്യാധിരാജ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന സാമൂഹിക പരിഷ്കർത്താവ്. ചട്ടമ്പി സ്വാമികൾ. ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ അധ്യക്ഷൻ ആരായിരുന്നു? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഇന്ത്യയുടെ ദേശീയ ഗാനമായ ജനഗണമന ഭരണഘടനാ നിർമ്മാണ സഭ ഔദ്യോഗികമായി അംഗീകരിച്ച തീയതി? ജനുവരി 24. കേരളത്തിലെ നദികളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. കേരളത്തിൽ പടിഞ്ഞാറോട്ടൊഴുകുന്ന ഏറ്റവും ചെറിയ നദി മഞ്ചേശ്വരം പുഴ. ആദ്യകാലങ്ങളിൽ ബാരിസ് എന്നറിയപ്പെട്ടിരുന്നത് പമ്പ. ഇത് രണ്ടുമാണ് ശരിയായ പ്രസ്താവന. വടക്കു പടിഞ്ഞാറൻ പ്രവിശ്യകളിൽ നിയമലംഘന പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ നേതാവ്? ഇദ്ദേഹത്തിന് ഭാരതരത്ന നൽകി. അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നു. ഉത്തരം ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ. കേരളവർമ്മ പഴശ്ശിരാജയെ ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടങ്ങൾക്ക് സഹായിച്ച പ്രധാന ആദിവാസി വിഭാഗം? ഓപ്ഷൻ സി, കുറിച്യർ. ഇന്ത്യയുടെ ദേശീയ ഗാനത്തിലെ ദ്രാവിഡ ഉത്കല ബംഗ എന്ന വരിയിൽ ഉത്കല എന്നത് ഇന്നത്തെ ഏത് സംസ്ഥാനത്തെയാണ് സൂചിപ്പിക്കുന്നത്? വ്യത്യസ്തമായ ചോദ്യം, നല്ല ചോദ്യം. ഉത്കല എന്നത് ഒഡീഷയെയാണ് സൂചിപ്പിക്കുന്നത്. ദ ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ്? ഒരുപാട് പരീക്ഷകളിൽ ആവർത്തിച്ച ചോദ്യം. VP മേനോൻ. ഇന്ത്യയിലെ ഇരുമ്പുരുക്ക് വ്യവസായശാലകൾ, അവ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനങ്ങൾ, ശരിയായ രീതിയിൽ യോജിപ്പിച്ചവ കണ്ടെത്തുക. ദുർഗാപൂർ പശ്ചിമ ബംഗാൾ, റോർക്കേല ഒഡീഷ, ഭിലായി ഛത്തീസ്ഗഡ്,
ബൊക്കാറോ MP ആണ്, മധ്യപ്രദേശാണെന്നാണ് എൻ്റെ തോന്നൽ. ശരിയായത് കമൻറ്റ് ചെയ്യുക. കേരളത്തിലെ അണക്കെട്ടുകളെ സംബന്ധിച്ച പ്രസ്താവനയിൽ ശരിയല്ലാത്തവ കണ്ടെത്തുക. കേരളത്തിലെ ആദ്യ കോൺക്രീറ്റ് ഡാമായ മാട്ടുപ്പെട്ടി ഇടുക്കി ജില്ലയിലാണ്. കേരളത്തിലെ ഏറ്റവും വലിയ അണക്കെട്ടായ മലമ്പുഴ ഡാം പാലക്കാട് ജില്ലയിലാണ്. 2 മാത്രം തെറ്റാണ്. മതവിദ്യാഭ്യാസത്തോടൊപ്പം ഭൗതിക വിദ്യാഭ്യാസവും നേടിയെങ്കിലേ മനുഷ്യ പുരോഗതി സാധ്യമാകൂ. കേരളത്തിലെ ഏത് നവോത്ഥാന നായകൻ്റെ കാഴ്ചപ്പാടുകളാണിത്? വക്കം അബ്ദുൽ ഖാദർ മൗലവി. 2024 ദേശീയ സമ്മതിദായക ദിനത്തിൻ്റെ പ്രമേയം എന്താണ്? വോട്ട് ചെയ്യുന്നതിനോളം മഹത്തരം മറ്റൊന്നുമില്ല, ഞാൻ ഉറപ്പായും വോട്ട് ചെയ്യും. നവോത്ഥാന നായകർ സംഘടനകൾ. ശരിയായ ജോഡി കണ്ടെത്തുക. വൈകുണ്ഠസ്വാമികൾ, സമത്വ സമാജം, ശ്രീനാരായണ ഗുരു, ശ്രീനാരായണ ധർമ്മപരിപാലന യോഗം, അയ്യങ്കാളി സാധുജന പരിപാലന സംഘം, വക്കം അബ്ദുൽ ഖാദർ മൗലവി കേരള മുസ്ലിം ഐക്യ സംഘം. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഏതു ദേശീയ കമ്മീഷൻ്റെ അധ്യക്ഷനായാണ് കിഷോർ മക്വാന 2024 മാർച്ചിൽ നിയമിതനായത്? കിഷോർ മക്വാന. ദേശീയ പട്ടികജാതി കമ്മീഷൻ. 3 മുതൽ 6 വരെ വയസ്സുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസം ലക്ഷ്യമിട്ട് കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രാലയം അംഗനവാടികളിലൂടെ നടപ്പാക്കുന്ന പാഠ്യപദ്ധതി. ആധാർശില. ചാന്ദ്രയാൻ 3 ചന്ദ്രൻ്റെ ദക്ഷിണധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയ തീയതി. അതെല്ലാവരും ഓർത്തിരിക്കുന്ന ഒരു തീയതിയാണ്. 2023 ഓഗസ്റ്റ് 23. കേരളത്തിലെ ദേശീയോദ്യാനങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ തെറ്റായത് കണ്ടെത്തുക. വംശനാശ ഭീഷണി നേരിടുന്ന സിംഹവാലൻ കുരങ്ങുകളുള്ളത് സൈലന്റ് വാലിയിലാണ്. ഇരവികുളം തെറ്റാണ്. കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയ ഉദ്യാനം ആനമുടി ചോല. തെറ്റായതാണ് കണ്ടെത്തേണ്ടത്. ഏറ്റവും ചെറുത് ആനമുടി ചോലയല്ല. അപ്പോൾ 2ഉം 3ഉം തെറ്റാണ്. തന്നിരിക്കുന്ന കാർഷിക വിളകളിൽ ഖാരിഫ് വിളകൾ ഏതെല്ലാം? ചോളം, പരുത്തി, ചണം. ഖാരിഫ് വിളകൾ ചോളം, പരുത്തി, ചണം. ഇവയിൽ അത്യുൽപാദന ശേഷിയുള്ള തക്കാളി ഇനങ്ങൾ? മുക്തി, അനഘ. ഉത്തരമഹാസമതലവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് ഏതെല്ലാം? ഹിമാലയത്തിൽ നിന്നൊഴുകി വരുന്ന നദികളുടെ അനേകായിരം വർഷങ്ങൾ കൊണ്ടുള്ള നിക്ഷാപന പ്രക്രിയയിലൂടെയാണ് ഉത്തരമഹാസമതലം രൂപപ്പെട്ടിരിക്കുന്നത്. വളരെയധികം ഫലഭൂയിഷ്ഠമായ എക്കൽ മണ്ണാണ് ഇവിടുത്തെ സവിശേഷത. കാർഷിക മേഖലയുടെ നട്ടെല്ലാണ് ഈ പ്രദേശം. അതുകൊണ്ട് തന്നെ ഇതിനെ ഇന്ത്യയുടെ ധാന്യപ്പുര എന്ന് വിളിക്കുന്നു. 3ഉം ശരിയായ പ്രസ്താവനകളാണ്. പർവ്വതനിരകൾ മുറിച്ചു കടക്കാൻ സഹായകമായ സ്വാഭാവിക മലയിടുക്കുകൾ അറിയപ്പെടുന്ന പേര്? അത് ഒരുപാട് ആലോചിക്കേണ്ട ചോദ്യമല്ല. ചുരങ്ങൾ. 2024 ബ്രിക്സ് ഉച്ചകോടിയുടെ വേദി? റഷ്യ.
ബിഫോർ മെമ്മറി ഫെയ്ഡ്സ് എന്നത് ആരുടെ ആത്മകഥ ആണ്? ബിഫോർ മെമ്മറി ഫെയ്ഡ്സ്. ഫാലിയസ് നരിമാൻ. കേരളത്തിലെ നിലവിലെ ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ. നീതി ആയോഗിൻ്റെ നിലവിലെ ഉപാധ്യക്ഷൻ സുമൻ ബറി. സപ്തഭാഷാ സംഗമ ഭൂമി എന്നറിയപ്പെടുന്ന കേരളത്തിലെ ജില്ല കാസർഗോഡ് ജില്ല. തിരുവിതാംകൂർ തിരുവിതാംകൂറുകാർക്ക് എന്ന മുദ്രാവാക്യം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മലയാളി മെമ്മോറിയൽ. ഹിമാലയൻ നിരകളെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന ഏത്? കാൻഗ്ര, കുളു, കാശ്മീർ തുടങ്ങിയ സുഖവാസ കേന്ദ്രങ്ങൾ ഹിമാചൽ നിരകളിൽ സ്ഥിതി ചെയ്യുന്നു. ഹിമാദ്രിയെ ഹിമാലയത്തിൻ്റെ നട്ടെല്ല് എന്ന് വിളിക്കുന്നു. ഹിമാചലിൻ്റെ തെക്കുഭാഗത്തല്ല, വടക്കേ അറ്റത്ത് ഹിമാദ്രി, പിന്നെ ഹിമാചൽ, തെക്ക് വശത്ത് സിവാലിക്. ഹിമാലയൻ നദികൾ സിവാലിക് പർവ്വതനിരയെ മുറിച്ചുകൊണ്ടൊഴുകുന്നതുകൊണ്ട് പലയിടങ്ങളിലും തുടർച്ച നഷ്ടപ്പെടുന്നു. വിവാദത്തെ തുടർന്ന് പ്രസിദ്ധീകരണം പിൻവലിച്ച നിലാവ് കുടിച്ച സിംഹങ്ങൾ ആരുടെ ആത്മകഥയാണ്? എസ് സോമനാഥ്. ഇന്ത്യയിലെ ആദ്യത്തെ ഭരണഘടനാ പാർക്ക് നിലവിൽ വരുന്നത് എവിടെ? പൂനെ. ലോക്പാലിൻ്റെ അധ്യക്ഷനായി 2024 ഫെബ്രുവരിയിൽ നിയമിതനായ മുൻ സുപ്രീം കോടതി ജഡ്ജി ജസ്റ്റിസ് AM ഖാൻവിൽക്കർ. ഒരു വ്യത്യസ്തതയായ ചോദ്യമാണ്. ദയാനന്ദ സരസ്വതിയെക്കുറിച്ചുള്ള പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് കണ്ടുപിടിക്കുക. ബ്രഹ്മസമാജം സ്ഥാപിച്ചു, തെറ്റാണ്. ഇനി ശരിയല്ലാത്തത് വല്ലോ പ്രസ്താവനയുണ്ടോ എന്ന് നോക്കാം. 1875 ബോംബെയിൽ ജനിച്ചു, തെറ്റാണ്. 2ഉം 4ഉം തെറ്റ്. അദ്ദേഹമാണ് ആര്യസമാജം സ്ഥാപിച്ചത്, അതുകൊണ്ട് ശുദ്ധി പ്രസ്ഥാനം ആരംഭിച്ചു. യൂണിയൻ ഗവൺമെൻറ്റിൻ്റെയും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയും അധികാരങ്ങൾ വിഭജിക്കുന്ന ലിസ്റ്റുകൾ ഇന്ത്യൻ ഭരണഘടനയിൽ എത്രാം പട്ടികയിലാണ്? 7ാം പട്ടികയിൽ. ഇന്ത്യയുടെ പൂർവ്വ തീര സമതലം, അതായത് കിഴക്കൻ സമതലം ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ മാത്രം തിരഞ്ഞെടുക്കുക. പശ്ചിമ തീരത്തെ അപേക്ഷിച്ച് പൂർവ്വ തീരത്തിന് വീതി കൂടുതലാണ്. കിഴക്കോട്ടൊഴുകി ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്ന നദികൾ പൂർവ്വ തീരങ്ങളിൽ ഡെൽറ്റകൾ സൃഷ്ടിക്കുന്നു. വടക്ക് ഗുജറാത്ത് മുതൽ തെക്ക് കേരളം, തെറ്റാണത് പടിഞ്ഞാറൻ സമതലമാണ്. കാൺല, നവശോമ, മർമഗോമ അതൊന്നും പൂർവ്വതീരമല്ല. അപ്പോൾ ശരിയായ പ്രസ്താവന ഏതൊക്കെയെന്നാണ് ചോദ്യം. 1ഉം 2ഉം. ഉപദ്വീപീയ പീഠഭൂമിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏതെന്ന് കണ്ടെത്തുക. ഉപദ്വീപീയ പീഠഭൂമി പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട് പോകും തോറും ഉയരം കുറയുകയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലുതും പഴക്കമേറിയതുമായ ഭൂവിഭാഗമാണ്. ഉറപ്പേറിയ ശിലകളാൽ നിർമ്മിതമാണ്. പരുത്തി, പയർവർഗ്ഗങ്ങൾ, നിലക്കടല, കരിമ്പ്, ചോളം തുടങ്ങിയവ പ്രധാന കൃഷിയിനങ്ങളാണ്. ഉത്തരായന രേഖ കടന്നു പോകുന്ന സംസ്ഥാനങ്ങൾ, അതിൽ ഉൾപ്പെടാത്തതേതെല്ലാം? MGR, JCB, ആ ഒരു കോഡ് നമ്മൾ പഠിച്ചു വച്ചിട്ടുണ്ട്. മണിപ്പൂർ, ത്രിപുര, അങ്ങനെ ആ ഒരു കോഡ് നോക്കി ഇല്ലാത്ത സംസ്ഥാനമാണ് കണ്ടെത്തേണ്ടത്. കടന്നു പോകാത്തത് മണിപ്പൂർ, പഞ്ചാബ്, ഉത്തർപ്രദേശ്, ഹരിയാന. ഇന്ത്യയുടെ പാൽത്തൊട്ടി എന്നറിയപ്പെടുന്ന സംസ്ഥാനം, അത് പണ്ടുതൊട്ടേ BSc ചോദിക്കുന്നതാണ്, ഹരിയാന. പിങ് പോങ് എന്ന പദം
ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പിങ് പോങ്, ടേബിൾ ടെന്നീസ്. മനുഷ്യ ശരീരത്തിൽ പേശികൾ ഇല്ലാത്ത അവയവം ശ്വാസകോശം. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം. അന്തരീക്ഷത്തിൽ നൈട്രജൻ, ഭൂവൽക്കത്തിൽ ഓക്സിജൻ. ജീവകങ്ങളെ സംബന്ധിച്ച് പ്രസ്താവനകൾ നൽകിയിരിക്കുന്നു. ശരിയായവ തിരഞ്ഞെടുക്കുക. കൊഴുപ്പിൽ ലയിക്കുന്നവ A, D, E, K ആണ്. അപ്പോൾ അത് തെറ്റാണ്. ജീവകം ഡിയുടെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന രോഗമാണ് ഓസ്റ്റിയോമലേഷ്യ. ജീവകം ഇയുടെ ശാസ്ത്രീയ നാമമാണ് ഫിലോക്വിനോൺ. തെറ്റ്. രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന ജീവകം K. 2ഉം 4ഉം ശരിയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ആനപ്പാപ്പാൻ, വനിതാ ആനപ്പാപ്പാൻ പാർവതി ബറുവ. ജീവിതശൈലി രോഗങ്ങളുടെ നിയന്ത്രണത്തിനായി കേരള സർക്കാർ അവതരിപ്പിച്ച മൊബൈൽ ആപ്ലിക്കേഷൻ. ശൈലി. ഇന്ത്യയിൽ ആദ്യമായി യുനെസ്കോയുടെ സാഹിത്യ നഗരി എന്ന പദവി ലഭിച്ച നഗരം കോഴിക്കോട്. ഇന്ത്യയുടെ സൗരദൗത്യമാണ് ആദിത്യ L1. 2023 സെപ്റ്റംബർ 2 ISRO ശ്രീഹരിക്കോട്ടയിൽ നിന്ന് വിക്ഷേപിച്ചു. ഉപയോഗിച്ച റോക്കറ്റ്. ഒരുപാട് പരീക്ഷയ്ക്ക് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട്. PSLV C-57. സെറോഫ്താൽമിയ എന്ന രോഗമുണ്ടാകുന്നത് ഏത് വൈറ്റമിൻ്റെ തുടർച്ചയായ അഭാവം മൂലമാണ്? വൈറ്റമിൻ A. അടിസ്ഥാന അളവുകളും അവയുടെ യൂണിറ്റുകളും. ശരിയല്ലാത്ത ജോഡിയാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. സമയം സെക്കൻഡ് ശരിയാണ്. താപം കെൽവിൻ. പ്രകാശ തീവ്രത ക്യാൻഡല. വൈദ്യുത പ്രവാഹ തീവ്രത ആംപെയർ. മാസ് കിലോഗ്രാം. അപ്പോൾ 2ഉം 5ഉം തെറ്റാണ്. 2023 ഏപ്രിലിൽ ഭൗമ സൂചിക പദവി ലഭിച്ച ആൽത്തൂർ വെറ്റില ഏത് സംസ്ഥാനത്തെ കാർഷിക വിളയാണ്? തമിഴ്നാട്. 2024 സമ്മർ ഒളിമ്പിക്സിൽ ഇന്ത്യക്കായിട്ട് ആദ്യ മെഡൽ നേടിയ വ്യക്തി? മനു ഭാക്കർ. ലോഹങ്ങളും അവയുടെ അയിരുകളും തന്നിരിക്കുന്നു. ശരിയായ രീതിയിൽ ചേരുംപടി ചേർക്കുക. അലുമിനിയത്തിൻ്റെ അയിര് ബോക്സൈറ്റ്. ലെഡിൻ്റെ അയിര് ഗലീന. സിങ്കിൻ്റെ അയിര് കലാമിൻ. ഇരുമ്പിൻ്റെ അയിര് ഹേമറ്റൈറ്റ്. അലുമിനിയം ബോക്സൈറ്റ്, ലെഡ് ഗലീന, സിങ്ക് കലാമിൻ, ഇരുമ്പ് ഹേമറ്റൈറ്റ്. പുളി, മുന്തിരി എന്നിവയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ്? ടാർട്ടാറിക് ആസിഡ്. പ്രതിധ്വനിയെക്കുറിച്ചുള്ള പഠനം എന്തു പേരിൽ അറിയപ്പെടുന്നു? കാറ്റക്കോസ്റ്റിക്സ്. സൊമാറ്റോട്രോപ്പിൻ്റെ അമിത ഉൽപാദനം മൂലം മുതിർന്ന വ്യക്തികളിൽ ഉണ്ടാകുന്ന അവസ്ഥ? അക്രോമെഗലി. അസ്ഥിപേശിയെക്കുറിച്ചുള്ള തെറ്റായ പ്രസ്താവനകൾ ഏതെല്ലാം? അനൈശ്ചിക ചലനങ്ങൾ സാധ്യമാക്കുന്നു. കറക്റ്റാണ്. കുറുക വര അസ്ഥിയുമായി ചേർന്ന് കാണപ്പെടുന്നു. രക്തക്കുഴലിൽ കാണപ്പെടുന്നു. ഇത് 2ഉം തെറ്റാണ്. വാക്സിനുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് കണ്ടെത്തുക. രോഗങ്ങളെ പ്രതിരോധിക്കാനായി ശരീരത്തിന് കൃത്രിമമായ കഴിവ് നേടിക്കൊടുക്കുന്ന വസ്തുക്കൾ വാക്സിനുകൾ. ആന്ത്രാക്സ്, റാബീസ്, കോളറ എന്നിവ രോഗങ്ങൾക്കെതിരെ വാക്സിൻ കണ്ടുപിടിച്ച വ്യക്തി ലൂയി പാസ്ചറാണ്. രോഗപ്രതിരോധ ശാസ്ത്രത്തിൻ്റെ പിതാവ് എഡ്വേർഡ് ജെന്നർ. ഇത് തെറ്റാണ്. COVID-19 വികസിപ്പിച്ച വാക്സിൻ കോവാക്സിൻ. ബാക്ടീരിയ രോഗങ്ങൾ തിരഞ്ഞെടുക്കുക. താഴെ തന്നിരിക്കുന്നവയിൽ ബാക്ടീരിയ രോഗങ്ങൾ തിരഞ്ഞെടുക്കുക. ക്ഷയം, കുഷ്ഠം, എലിപ്പനി.
ലോക്ജോ ഡിസീസ്, കുതിരശന്നി എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന രോഗം, അത് നമ്മൾ ഒരുപാട് പഠിച്ചിട്ടുണ്ട്, ടെറ്റനസ്. ശരിയായ വിദ്യാഭ്യാസം ലഭിക്കുമെങ്കിൽ ഇന്ത്യൻ ജനത എല്ലാവരുടെയും ആദരവിന് പാത്രമാകും. ആരുടെ വാക്കുകളാണ്? രാജാറാം മോഹൻ റോയ്. ഇന്ത്യയിൽ ധാരാതലീയ ഭൂപടങ്ങൾ നിർമ്മിക്കുന്ന ഔദ്യോഗിക ഏജൻസി ഏത്? സർവേ ഓഫ് ഇന്ത്യ. മനുഷ്യ ശരീരത്തിലെ ഏതവയവത്തിലാണ് യൂറിയ നിർമ്മിക്കപ്പെടുന്നത്? കരൾ. 2023 വനിതാ ലോകകപ്പ് ഫുട്ബോൾ കിരീടം നേടിയ രാജ്യം? സ്പെയിൻ. ധാതുക്കളുടെ കലവറ എന്ന് വിളിക്കുന്ന ഭൂപ്രകൃതി വിഭാഗം? ഉപദ്വീപീയ പീഠഭൂമി. ഇന്ത്യയും പാകിസ്ഥാനെയും വേർതിരിക്കുന്ന അതിർത്തി രേഖ? റാഡ്ക്ലിഫ് രേഖ. പെരിങ്ങൽകുത്ത് ജലവൈദ്യുത പദ്ധതി ഏതു നദിയിലാണ്? ചാലക്കുടി പുഴ. വിരിപ്പ്, മുണ്ടകൻ, പുഞ്ച എന്നിവ കേരളത്തിലെ ഏത് കാർഷിക വിളയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? നെല്ല്. നിപ്പ രോഗം സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. കേരളത്തിൽ ആദ്യമായി നിപ്പ റിപ്പോർട്ട് ചെയ്തത് കോഴിക്കോട്ടാണ്. 1998 മലേഷ്യയിലാണ് ലോകത്താദ്യമായി നിപ്പ റിപ്പോർട്ട് ചെയ്തത്. നൂതന സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ കുഷ്ഠരോഗ നിർമ്മാർജ്ജനത്തിനായി കേരള ആരോഗ്യവകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതി? എൽസ. ഒന്നാം സ്വാതന്ത്ര്യ സമരം നടന്ന സ്ഥലങ്ങളും നേതൃത്വം നൽകിയ വ്യക്തികളും ചേരുംപടി ചേർക്കുക. ഝാൻസി റാണി ലക്ഷ്മിബായി, ലക്നൗ ബീഗം ഹസ്രത്ത് മകൾ, കാൺപൂർ നാനാ സാഹിബ്, ഫൈസാബാദ് മൗലവി അഹമ്മദുള്ള. കറക്റ്റ് ഓപ്ഷൻ അതാണ്. കരിമ്പ് കൃഷി, പരുത്തി കൃഷി എന്നിവയ്ക്ക് അനുയോജ്യമായ കറുത്ത മണ്ണ് ഉണ്ടാകുന്നത് ഏത് പാറ പൊടിഞ്ഞിട്ടാണ്? ബസാൾട്ട്. വൈഡൽ ടെസ്റ്റ് ഏത് രോഗകാരിയെ തിരിച്ചറിയാൻ ഉപയോഗിക്കുന്നു? വൈഡൽ ടെസ്റ്റ് ടൈഫോയിഡിൻ്റെ ടെസ്റ്റാണ്. രോഗകാരി സാൽമണല്ല ടൈഫി. ആറ്റത്തെ സംബന്ധിച്ച പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായവ കണ്ടെത്തുക. ആറ്റത്തിൻ്റെ കേന്ദ്രഭാഗത്തെ ന്യൂക്ലിയസ് എന്ന് വിളിക്കുന്നു. ആറ്റത്തിലെ പോസിറ്റീവ് ചാർജുള്ള കണങ്ങൾ പ്രോട്ടോൺ. ഇലക്ട്രോണെ കണ്ടെത്തിയത് റുദർഫോർഡ് അല്ല, ജെ തോംസൺ. അപ്പോൾ ശരിയായത് 1ഉം 2ഉം. ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് ഡോക്ടർ BR അംബേദ്കർ വിശേഷിപ്പിച്ചത് എന്തിനെയാണ്? ഭരണഘടനമായ പരിഹാരത്തിനുള്ള അവകാശത്തെ. ഇന്ത്യയിൽ ദേശീയ വരുമാനവും പ്രതിശീർഷ വരുമാനവും ആദ്യമായി കണക്കാക്കിയ വ്യക്തി? ദാദാഭായ് നവറോജി. വിവരാവകാശ നിയമം പാസാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം? തമിഴ്നാട്. ഭ്രംശ താഴ്വരയിലൂടെ പടിഞ്ഞാറോട്ടൊഴുകുന്ന ഇന്ത്യയിലെ നദി? നർമ്മദ.
താഴെ തന്നിരിക്കുന്നവയിൽ കിഴക്കോട്ടൊഴുകുന്ന കേരളത്തിലെ നദികൾ ഏതെല്ലാം? കേരളത്തിൽ 3 നദികൾ കിഴക്കോട്ടൊഴുകുന്നു: കബനി, ഭവാനി, പാമ്പാർ. 1, 4, 5. പ്രസ്താവനകളിൽ തെറ്റായത് കണ്ടെത്തുക. ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള ജില്ല കണ്ണൂർ. ഏറ്റവും കൂടുതൽ വനപ്രദേശമുള്ളത് ഇടുക്കി. ശതമാനാടിസ്ഥാനത്തിൽ വനം കൂടുതലുള്ളത് വയനാട്. ഇനി നമ്മൾ കണക്കിലേക്ക് വരികയാണ്. ഗുണനഫലം എണ്ണൽ സംഖ്യ വരുന്ന ജോഡികൾ ഏതെല്ലാം? ഗുണിച്ചു നോക്കണം. 0.8 20 ഗുണിക്കുമ്പോൾ √16. ഉത്തരം 4 എണ്ണൽ സംഖ്യയാണ്. അടുത്തത് 0.8 0.2 1.6 വരും. അത് എണ്ണൽ സംഖ്യ അല്ല. 30 1.2 ഗുണിക്കുമ്പോൾ 36. √36 6 എണ്ണൽ സംഖ്യ. അപ്പോൾ 2ഉം 3ഉം എണ്ണൽ സംഖ്യകളാണ് വരുന്നത്. 2ഉം 3ഉം അല്ല, 1ഉം 3ഉം. ഒരു സമചതുരം, അതിൻ്റെ വികിരണം 12 സെൻറ്റിമീറ്റർ ആണ്. പരപ്പളവ് കാണുക. പരപ്പളവെന്ന് പറഞ്ഞാൽ വിസ്തീർണം. സമചതുരത്തിൻ്റെ വിസ്തീർണം A². വികിരണം അഥവാ ഡയഗണലാണ് തരുന്നതെങ്കിൽ വിസ്തീർണം കാണാൻ D²/2. ഇവിടെ D നമുക്കറിയാം 12. 12ൻ്റെ സ്ക്വയർ 144 /2 72 എന്ന് വരും. ഒരു സ്കൂളിലെ ആകെ കുട്ടികളിൽ 60% ആൺകുട്ടികളാണ്. പെൺകുട്ടികളുടെ എണ്ണം 500 ആണെങ്കിൽ ആകെ എത്ര ആൺകുട്ടികളുണ്ട്? 60% ആൺകുട്ടികളാണെങ്കിൽ 40% പെൺകുട്ടികൾ. 40x/100 ആണ് 500. എക്സ് കാണാൻ 500 ഗുണം 100 /40. വെട്ടിപ്പോയി. 1250 കുട്ടികൾ ആകെ, അതാണ് എക്സ്. 1250 കുട്ടികളിൽ 500 പെൺകുട്ടികളാണെങ്കിൽ 750 ആൺകുട്ടികൾ. ആദ്യത്തെ 50 ഇരട്ട സംഖ്യകളുടെ ശരാശരി. സംഖ്യകളുടെ എണ്ണം നമുക്കറിയാം. n ഇരട്ട സംഖ്യകളുടെ എണ്ണം കാണാൻ n+1 n×n+1. ശരാശരിയാകുമ്പോൾ താഴെ ഒരു n കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ 50 + 1 51. അടുത്തത് 2/2 അതിൻ്റെ സ്ക്വയർ. 2/2 നമുക്കറിയാം. അതിൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 2/4. 2⁻1 എന്ന് വെച്ചാൽ 1/2. 210 × 1/2 10 × 1/2 2/5. 2/4 +1 +2/5. 2/4 എന്ന് പറഞ്ഞാൽ 16 ആണ്. 16 + 1 17. 17 + 32 49. √49 = 7. ഒരു ക്ലോക്കിലെ സമയം 6:40 എങ്കിൽ പ്രതിബിംബത്തിലെ സമയം എന്ന് വെച്ചാൽ 12ൽ നിന്ന് 6:40 കുറയ്ക്കണം. 12 എന്ന് പറയുമ്പോൾ 11 മണിക്കൂർ 60 മിനിറ്റ്. 6:40 കുറയ്ക്കുമ്പോൾ 5:20. 5 5 3 8 8 9 17 17 27 44. അപ്പം 3ൻ്റെ സ്ക്വയർ 3ൻ്റെ ക്യൂബ്. ഇനി 3/4 81. 44ൻ്റെ കൂടെ 81 കൂട്ടുമ്പോൾ 125. ഒരു വാച്ച് 10% നഷ്ടത്തിൽ 450 രൂപയ്ക്ക് വിറ്റു. എന്നാൽ വാങ്ങിയ വില
10% നഷ്ടം സമം 450. വാങ്ങിയ വില കാണാൻ 450 ഗുണം 100/90. 950. 500 രൂപയ്ക്ക് വാങ്ങി. 2024 ജനുവരി 1 തിങ്കളാഴ്ചയാണെങ്കിൽ 2024 ഫെബ്രുവരി 1 ഏത് ദിവസമായിരിക്കും? ജനുവരി 1 തിങ്കളാഴ്ച. അപ്പോൾ അതിനുശേഷം 30 ദിവസം, ആകെ 31 ഉള്ളത്. ഫെബ്രുവരിയിൽ ഒരു ദിവസം, അങ്ങനെ 31 ദിവസം. നമ്മൾ 31നെ 7 കൊണ്ട് ഹരിക്കണം. 7 4 28 ശിഷ്ടം 3. അപ്പോൾ ജനുവരി 1 തിങ്കളാഴ്ചയാണ്. അതിൻ്റെ കൂടെ 3 കൂട്ടണം. ചൊവ്വ, ബുധൻ, വ്യാഴം. 2 സംഖ്യകൾ 2:3 എന്ന അനുപാതത്തിലാണ്. ഇവയിൽ ഓരോന്നിൽ നിന്നും 5 കുറച്ചാൽ അനുപാതം മാറി 3:5 എന്നാകും. എങ്കിൽ ആദ്യത്തെ സംഖ്യ കണ്ടെത്തുക. അംശബന്ധം 2:3 എന്ന് പറയുമ്പോൾ 2x 3x. ഇവയിൽ നിന്ന് 5 വെച്ച് കുറയ്ക്കുക. അതായത് 2x - 5 ബൈ 3x - 5 എന്ന് പറഞ്ഞാൽ 3/5 ആണ്. ഇതിനെ പരസ്പരം ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. 10x - 25 സമം 9x - 15. 10 ൽ 9 കുറയ്ക്കുമ്പോൾ x. -15 + 25 കൂടെ 10. x സമം 10. അപ്പോൾ ആദ്യത്തെ സംഖ്യ 2x സമം 20. ഒരു കോഡ് ഭാഷയിൽ ചൈൽഡ് എന്ന വാക്കിനെ 36 എന്ന് എഴുതിയാൽ മദർ എന്ന വാക്കിനെ എങ്ങനെ എഴുതും? ചൈൽഡ് C 3ാമത്തെ അക്ഷരം, H 8ാമത്തെ അക്ഷരം, I 9ാമത്തെ അക്ഷരം, JKL 12ാമത്തെ അക്ഷരം, D 4ാമത്തെ അക്ഷരം. എല്ലാം കൂടെ കൂട്ടുമ്പോൾ 36 കിട്ടും. ഇനി മദർ 13, 15, 18 18 അല്ല 20, 8, 5, 18. ഇത്രയും കൂടെ കൂട്ടിയാൽ 79 കിട്ടും. 3 2 6, 6 3 18, 3 3 6, 6 3 18, 18 3 21, 21 3 63, 63 3 66 ഗുണം 3 198. പ്ലസ് എന്നാൽ ഇൻറ്റു അല്ല, പ്ലസ് എന്നാൽ ഡിവിഷൻ, ഡിവിഷൻ എന്നാൽ മൈനസ്, മൈനസ് എന്നാൽ ഇൻറ്റു. ആ കണക്ക് പൂർത്തിയാക്കാൻ പറഞ്ഞാൽ 48 ഭാഗം 16 ന്യൂനം 4 ഇൻറ്റു 2 പ്ലസ് 8. ആദ്യം ഡിവിഷൻ, പിന്നെ മൾട്ടിപ്ലിക്കേഷൻ. 4 മൈനസ് 8 പ്ലസ് 4 മൈനസ് 8 പ്ലസ് 8. 4 അല്ല 3 മൈനസ് 8 പ്ലസ് 8. ഉത്തരം 3 എന്ന് കിട്ടും. റെയിൽവേ എന്നതിനെ 18 1 9 12 അങ്ങനെ എഴുതിയാൽ സ്റ്റേഷൻ എന്നതിനെ എങ്ങനെ എഴുതും? 19ാമത്തെ അക്ഷരം, 20ാമത്തെ അക്ഷരം, 1ാമത്തെ അക്ഷരം, 20ാമത്തെ അക്ഷരം, 9ാമത്തെ അക്ഷരം, 15ാമത്തെ അക്ഷരം, 14ാമത്തെ അക്ഷരം. 19 20 120 91 514. ഒരു ക്യൂവിൽ അരുണിൻ്റെ സ്ഥാനം മുൻപിൽ നിന്ന് 17, അരുണിന് മുമ്പിൽ 16 പേര്, പിന്നിൽ നിന്ന് 33, അരുണിൻ്റെ പുറകിൽ 32 പേര്. ആകെ ക്യൂവിൽ 32 16 48, അരുണും കൂടെ ചേർത്ത് 49. ഒരാൾ 30 മീറ്റർ കിഴക്കോട്ട് നടന്നു. 30 മീറ്റർ കിഴക്കോട്ട് നടന്നു. വലതുവശം തിരിഞ്ഞ് 40 മീറ്റർ നടന്നു. വീണ്ടും വലതുവശം തീർന്ന് 60 മീറ്റർ നടന്നു. ഇടത്തേക്ക് നീങ്ങി 40 മീറ്റർ നടന്നു. വീണ്ടും ഇടത്തേക്ക്, അവിടുന്ന് ഇടത്തോട്ടാണ് പോയെ. ഇടത്തോട്ട് 30 മീറ്റർ നടന്നു. തുടർന്ന് 50 മീറ്റർ വടക്ക് കിഴക്ക് ദിശയിൽ നടന്നു. ഇപ്പോൾ അയാൾ യാത്ര തുടങ്ങിയ സ്ഥലത്ത് നിന്ന്
എത്ര മീറ്റർ അകലെയാണ്? പടം ഇച്ചിലൂടെ കാര്യമായിട്ട് വരച്ചാലേ അത് കിട്ടത്തുള്ളൂ. ആദ്യം കിഴക്കോട്ട് 30 മീറ്റർ, അവിടെ നിന്ന് വലതുവശം തിരിഞ്ഞ് 40 മീറ്റർ, അവിടെ നിന്ന് വലതുവശം ചേർന്ന് 60 കിലോമീറ്റർ. പിന്നെ വീണ്ടും ഇടത്തോട്ട് ചെരിഞ്ഞ്, ഇവിടെ നിന്ന് വലത്തോട്ടല്ലല്ലോ ചരിഞ്ഞത്, ഇവിടെ നിന്നായപ്പോൾ ഇടത്തോട്ട് ചെരിഞ്ഞ് 40 മീറ്റർ, വീണ്ടും ഇടത്തേക്ക് ചെരിഞ്ഞ് 30 മീറ്റർ, തുടർന്ന് 50 മീറ്റർ വടക്ക് കിഴക്ക്, ഇങ്ങോട്ട് 50 മീറ്റർ. തുടങ്ങിയെടുത്തു നിന്നുള്ള ദൂരമാകുമ്പോൾ ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ ഒരു അളവാണ്. നമ്മളതിനെ 2 ത്രികോണമായിട്ട് എടുക്കുക. 2 മട്ടത്രികോണങ്ങൾ, അതിൻ്റെ വശങ്ങൾ, ഇത് 30, ഇത് 40, ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. റൂട്ട് ഓഫ് 30ൻ്റെ സ്ക്വയർ പ്ലസ് 40ൻ്റെ സ്ക്വയർ 900 പ്ലസ് 1600 50 മീറ്റർ എന്ന് കിട്ടും. മീനയും മിനിയും സഹോദരിമാരാണ്. മീന, മിനി. നിഖിലയുടെ അമ്മായിയാണ് മിനി. രാജൻ്റെ പേരക്കുട്ടിയാണ് നിഖില. രാജൻ്റെ മകൻ്റെ മകൾ അല്ലെങ്കിൽ മകളുടെ മകളാണ് നിഖില. സോമൻ രാജൻ്റെ മകനാണ്. അപ്പോൾ സോമൻ നിഖിലയുടെ അച്ഛനാണ്, മീനയുടെ സഹോദരി. മീന സോമൻ്റെ സഹോദരിയാണ്. അത് ബന്ധങ്ങൾ ഊഹിച്ച് എടുക്കണം. പി എന്നത് ക്യൂവിൻ്റെ തെക്ക് ഭാഗത്ത്, 6 ക്യൂവിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത്, 6. പി 6ൻ്റെ ഏത് ദിശയിലായിരിക്കും? പി 6ൻ്റെ തെക്ക് കിഴക്ക് ദിശയിലായിരിക്കും. വിട്ടുപോയ ചിഹ്നങ്ങൾ ചേർത്ത് ക്രമീകരിക്കുക. അത് അറിയണമെങ്കിൽ ഓരോ ചിഹ്നങ്ങളും ഇട്ട് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കണം. ഇവിടെ ഉത്തരം ഡി ആണ്. ഒരു സംഖ്യയോടെ 3 കൂട്ടി x+3, അതിൻ്റെ വർഗം 64 എങ്കിൽ സംഖ്യ എത്ര? x+3ൻ്റെ സ്ക്വയർ 64. x+3 എന്ന് പറയുമ്പോൾ റൂട്ട് ഓഫ് 64. x+3 സമം 8, x സമം 5. അപ്പോൾ 1 മുതൽ 100 വരെ ചോദ്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു. നിങ്ങൾ കൃത്യമായിട്ട് ആൻസർ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അത് എത്രയെന്ന് ഇതിൽ നോക്കി മനസ്സിലാക്കുക. വീഡിയോ ഒരിക്കൽ കൂടി ശ്രദ്ധയോടെ കേൾക്കുക, നന്നായി പഠിക്കുക. 10th പ്രിലിംസ് കരസ്ഥമാക്കാൻ മുൻ വർഷങ്ങളിൽ 10th പ്രിലിംസിന് ആവർത്തിച്ച് ചോദിച്ച ചോദ്യങ്ങളും അതോടൊപ്പം ഇപ്പോൾ പഠിക്കുന്ന മാതൃകാ ചോദ്യങ്ങളും മാത്രം പഠിച്ചാൽ മതി. അപ്പോൾ വിഷ് യു ആൾ ദ ബെസ്റ്റ്. താങ്ക് യു.